എഡ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC ഇന്ന് 6/3/2025 നടത്തിയ ബൈൻഡർ ഗ്രേഡ് 2 പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 22/2025. നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരങ്ങളൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം: രൂപീകരണ പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ ശിലകളെ പ്രധാനമായും 3 തിരിച്ചിരിക്കുന്നു. അത്തരം ശിലകളുടെ പേരും അവയ്ക്ക് ഉദാഹരണങ്ങളും താഴെ നൽകിയിരിക്കുന്നു. ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. ആഗ്നേയ ശിലകൾ ബസാൾട്ട്, കായാന്തരിത ശിലകൾ ചുണ്ണാമ്പുകല്ല്, അവസാദ ശിലകൾ ഗ്രാനൈറ്റ്, കായാന്തരിത ശിലകൾ മാർബിൾ. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 4 ശരി. ആഗ്നേയ ശിലകൾ ബസാൾട്ട്, കായാന്തരിത ശിലകൾ മാർബിൾ, ഇവയാണ് ശരിയായ ജോഡികൾ. ഇന്ത്യൻ ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിതെളിച്ച പ്രധാന സാഹിത്യകൃതികളുടെയും അവയുടെ എഴുത്തുകാരുടെയും പേരുകൾ ചുവടെ നൽകിയിരിക്കുന്നു. ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. ഗോര, പഞ്ചാലി ശബദം, ഗോദാൻ, നിബന്ധമാല, പ്രേംചന്ദ്, വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ, രവീന്ദ്രനാഥ് ടാഗോർ, സുബ്രഹ്മണ്യ ഭാരതി. ഓപ്ഷൻ സി ആണ് ഉത്തരം. A 3 ഗോര, രവീന്ദ്രനാഥ് ടാഗോർ. B 4 പാഞ്ചാലി ശബദം, സുബ്രഹ്മണ്യ ഭാരതി. C 1 ഗോദാൻ, പ്രേംചന്ദ്. D 2 നിബന്ധമാല, വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ. ചുവടെ നൽകിയിരിക്കുന്നതിൽ ഓപ്പറേഷൻ സുതാര്യ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുടുംബശ്രീ ലഞ്ച് ബെൽ പദ്ധതിയുടെ ഭാഗമായി ഓൺലൈനായി ഭക്ഷണം ഓർഡർ ചെയ്യാനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ഈ ഡിസ്ട്രിക്ട് എന്ന ഓൺലൈൻ പോർട്ടൽ സംവിധാനം വേണ്ടവിധം പ്രവർത്തിക്കുന്നില്ലെന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ സംസ്ഥാന വ്യാപക മിന്നൽ പരിശോധന, ട്രാൻസ്ജെൻഡർ സമൂഹത്തെ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന തൊഴിൽ നൈപുണ്യ പരിശീലന പദ്ധതി, തിരഞ്ഞെടുപ്പിൽ പോളിംഗ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച വിവരങ്ങൾ കൈകാര്യം ചെയ്യാനായി നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്റർ തയ്യാറാക്കിയ പോർട്ടൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി. ഓപ്പറേഷൻ സുതാര്യ ഈ ഡിസ്ട്രിക്ട് എന്ന ഓൺലൈൻ പോർട്ടൽ സംവിധാനം വേണ്ടവിധം പ്രവർത്തിക്കുന്നില്ലെന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ സംസ്ഥാന വ്യാപക മിന്നൽ പരിശോധനയാണ്. ഇന്ത്യയുടെ നവസാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ആശയങ്ങളിൽ അനുയോജ്യമായവ തിരഞ്ഞെടുക്കുക. ഇന്ത്യയിൽ സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി ബോട്ട്, ബിൽഡ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ, PPP, പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് തുടങ്ങിയ സംരംഭങ്ങൾ ശക്തിപ്പെട്ടു. നിയന്ത്രിത സമ്പദ് വ്യവസ്ഥയിൽ നിന്നും സ്വതന്ത്രമായതും ഉദാരവൽക്കരിക്കപ്പെട്ടതുമായ സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ആഗോളവൽക്കരണത്തിലേക്ക് നയിക്കുക എന്നതായിരുന്നു പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പ്രധാന ലക്ഷ്യം. അനുയോജ്യമായവ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എല്ലാം അനുയോജ്യമായവയാണ്. കാർഷിക കാലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വർഗീകരണത്തിൽ പ്രധാന കാർഷിക വിളയായ ഗോതമ്പ് ഉൾപ്പെടുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നത്. റാബി വിളയിൽ. 18-ാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികൾ സ്ഥാപിച്ചു. തുടർന്ന് മെർക്കൻറ്റിലിസം എന്ന വാണിജ്യ നയം കോളനികളിൽ നടപ്പിലാക്കി. താഴെ നൽകിയിരിക്കുന്ന നിയമങ്ങളിൽ മെർക്കൻറ്റിലിസ്റ്റ് ഉൾപ്പെടാത്തവ തിരിച്ചറിയുക. കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. കോളനികളിലെ ബ്രിട്ടീഷ് സൈന്യത്തിനുള്ള അത്യാവശ്യ സൗകര്യങ്ങൾ ഇംഗ്ലണ്ട് നൽകുന്നതായിരിക്കും. പഞ്ചസാര, കമ്പിളി, പരുത്തി എന്നിവ വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാനുള്ള അനുമതി കോളനികൾക്ക് നൽകി. കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങളിൽ ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിക്കണം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2, 3 ഉൾപ്പെടാത്തവയാണ്. താഴെ തന്നിരിക്കുന്ന സിനിമകളെയും അവയുടെ സംവിധായകരെയും തിരിച്ചറിഞ്ഞ് ജോഡികൾ ക്രമപ്പെടുത്തുക. കെ. സുബ്രഹ്മണ്യം, ടി. ആർ. സുന്ദരം, എം. ടി. വാസുദേവൻ നായർ, രാമു കാര്യാട്ട്,
ചെമ്മീൻ, പ്രഹ്ലാദ, കണ്ടം വെച്ച കൂട്ട്, നിർമാല്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം. A2. കെ സുബ്രഹ്മണ്യം, പ്രഹ്ലാദ. B3. TR സുന്ദരം, കണ്ടം വെച്ചക്കൂട്ട്. C4. MT വാസുദേവൻ നായർ, നിർമാല്യം. D1. രാമു കാര്യാട്ട്, ചെമ്മീൻ. കാൽവൈശാഖിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസത്തിന് കാരണമാകുന്ന ന്യൂനമർദ്ദമാണിത്. രാജസ്ഥാൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് വീശുന്ന ശക്തമായ പ്രാദേശിക വാദമാണിത്. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോടുകൂടിയ ശക്തമായ മഴയാണിത്. ആലിപ്പഴ വീഴ്ചയും കാറ്റും പ്രധാന സവിശേഷതകളാണ്. ശരിയായ പ്രസ്താവനകൾ ഓപ്ഷൻ ഡി 3ഉം 4ഉം ശരിയായവയാണ്. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോടുകൂടിയ ശക്തമായ മഴ, ആലിപ്പഴ വീഴ്ചയും കാറ്റും പ്രധാന സവിശേഷതകളാണ്. താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഹൈക്കോടതികൾക്ക് എല്ലാ കോടതിയുടെയും മേൽ നോട്ടത്തിനുള്ള അധികാരം ഉണ്ടായിരിക്കുമെന്ന് അനുച്ഛേദം 227 പ്രസ്താവിക്കുന്നു. ഹൈക്കോടതികളുടെ ആധികാരികത യൂണിയൻ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുവാൻ പാർലമെൻറ്റിന് അധികാരമുണ്ട്. 1991 69-ാം ഭേദഗതിക്ക് ശേഷം ഡൽഹി ദേശീയ തലസ്ഥാന പ്രദേശമായി അറിയപ്പെടുന്നു. ദേശീയ പട്ടിക ഗോത്രവർഗ കമ്മീഷനിൽ ഒരു ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും മറ്റ് 3 അംഗങ്ങളും ഉണ്ടായിരിക്കും. ശരിയായ പ്രസ്താവന ഓപ്ഷൻ ഡി. എല്ലാം തന്നെ ശരിയാണ്. പണബില്ലുമായി ബന്ധപ്പെട്ടവയിൽ ശരിയായത് ഏത്? അനുച്ഛേദം 108 പ്രകാരം ഓരോ പണബില്ലും രാജ്യസഭയിലേക്ക് അയച്ചു കൊടുക്കേണ്ടതാണ്. അനുച്ഛേദം 111 പ്രകാരം പണബില്ല് രാഷ്ട്രപതിയുടെ അനുമതിക്ക് അയക്കേണ്ടതാണ്. ഒരു ബില്ല് പണബില്ല് എന്ന് തീരുമാനിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ്. ഭാരതത്തിൻ്റെ സഞ്ചിത നിധിയിൽ നിന്നുള്ള പണത്തിൻ്റെ വിനിയോഗം പണബില്ലുകളുടെ നിർവചനത്തിൽ ഉൾപ്പെടുന്നു. ശരിയായത് ഏത്? ഓപ്ഷൻ ബി. ബി, സി, ഡി ശരി. അനുച്ഛേദം 111 പ്രകാരം പണബില്ല് രാഷ്ട്രപതിയുടെ അനുമതിക്ക് അയക്കേണ്ടതാണ്. ഒരു ബില്ല് പണബില്ല് എന്ന് തീരുമാനിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ്. ഭാരതത്തിൻ്റെ സഞ്ചിത നിധിയിൽ നിന്നുള്ള പണത്തിൻ്റെ വിനിയോഗം പണബില്ലുകളുടെ നിർവചനത്തിൽ ഉൾപ്പെടുന്നു. കേരള സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ടവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഒരു ചെയർപേഴ്സണും 6-ൽ കൂടുതലല്ലാത്ത മറ്റു അംഗങ്ങളും കമ്മീഷനിൽ 2 പേർ ജാതിയിലോ പട്ടികവർഗത്തിലോ പെടുന്ന വനിത ആയിരിക്കണം. ഓരോ അംഗവും 5 വർഷത്തേക്ക് ഉദ്യോഗം വഹിക്കുന്നു. കമ്മീഷൻ്റെ ഒരു യോഗത്തിൻ്റെ കോറം 4 ആയിരിക്കേണ്ടതാണ്. ശരിയല്ലാത്ത പ്രസ്താവന ഓപ്ഷൻ ബി. കേരളത്തിലെ നിലവിലെ വ്യാവസായിക വകുപ്പ് മന്ത്രി? ഓപ്ഷൻ സി. പി രാജീവ്. മനുഷ്യ ശരീരത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണുന്ന സ്തരപാളികളാണ് മെനിഞ്ചസ്. സുഷുമ്നാ നാഡിയെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന സ്തരപാളികളാണ് മെനിഞ്ചസ്. മസ്തിഷ്കത്തിലും സുഷുമ്നാ നാഡിയിലും CSF എന്ന ദ്രാവകം കാണപ്പെടുന്നു. ശരിയായ പ്രസ്താവന ഓപ്ഷൻ ഡി. 1, 2, 3 ശരി. തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും തന്നെ ശരിയായ പ്രസ്താവനകളാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ജീവകങ്ങളുടെയോ ധാതുക്കളുടെയോ അപര്യാപ്തതയിലൂടെ അല്ലാതെ ഉണ്ടാകുന്ന രോഗം ഏത്? ഓപ്ഷൻ ബി. സിക്കിൾ സെൽ അനീമിയ. ഭൂമിയുടെ 4/1 ആരമുള്ള ഒരു ഗ്രഹത്തിൻ്റെ മാസ് ഭൂമിയുടെ മാസിൻ്റെ പകുതിയാണെങ്കിൽ അതിലെ ഗുരുത്വാകർഷണ ത്വരണം ഭൂമിയുടേതിൻ്റെ എത്ര മടങ്ങായിരിക്കും? ഓപ്ഷൻ സി. 8 മടങ്ങായിരിക്കും. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ വക്രത ആരം എത്രയായിരിക്കും? ഓപ്ഷൻ സി. 20
സെൻറ്റിമീറ്റർ. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക ആവിഷ്കരിച്ചതാര്? ഓപ്ഷൻ ബി റൂദർഫോർഡ്. ഹാലജൻ കുടുംബം എന്നറിയപ്പെടുന്നത് ഏത് ഗ്രൂപ്പ് മൂലകങ്ങളാണ്? ഓപ്ഷൻ ഡി 17 ഗ്രൂപ്പ്. താഴെ തന്നിരിക്കുന്നവയിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാത്തത് ഏത്? ഓപ്ഷൻ സി ജിംബ്. ഫിഷിംഗ് എന്നാൽ എന്താണ്? ഓപ്ഷൻ ബി വ്യക്തിഗത വിവരങ്ങൾ മോഷ്ടിക്കാൻ ആക്രമണകാരികൾ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഫിഷിംഗ്. ഇത്രയുമാണ് ഈ ചോദ്യപേപ്പറിൽ നിന്നുള്ള GK ചോദ്യങ്ങൾ. PSCയുടെ വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായും പഠിച്ചിരിക്കുക. അടുത്തു വരുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ പോസ്റ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ്. അത് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.